ഔദ്യോഗിക സ്ഥിരീകരണത്തിന് ശേഷമേ തിരുവനന്തപുരത്തെ രക്ഷാപ്രവർത്തനം അവസാനിപ്പിക്കുകയുള്ളൂവെന്ന് മന്ത്രി കെ രാജൻ. എൻ ജോയിയുടെ കുടുംബത്തിനുള്ള നഷ്ടപരിഹാരം അടക്കമുള്ളവയിൽ ഉചിതമായ തീരുമാനമെടുക്കും. വീഴ്ചകളെല്ലാം പരിശോധിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഔപചാരികമായ സ്ഥിരീകരണത്തിന് ഒരു അരമണിക്കൂർ സമയത്തിനുള്ളിൽ വേണ്ടിവരും എന്നാണ് കരുതുന്നത്. ഔപചാരികമായ പ്രഖ്യാപനം വന്നാൽ മാത്രമേ നടന്നുകൊണ്ടിരിക്കുന്ന രക്ഷാപ്രവർത്തനം സസ്പെൻഡ് ചെയ്യുന്ന സ്ഥിതിയിലേക്ക് കിടക്കുകയുള്ളൂ. ഇപ്പോൾ താൽക്കാലികമായിട്ട് നിർത്തിവെച്ചിട്ടില്ല. വീഴ്ച പരിശോധിക്കപ്പെടേണ്ട വസ്തുതകളിലൊന്നാണ്. അതിനുശേഷം അക്കാര്യം വ്യക്തമാക്കാം. ദുരന്തം ബാധിതരായ ആളുകളെ അവർക്ക് ആൾ നഷ്ടപ്പെട്ടാൽ പോലും വേറെ പ്രയാസങ്ങളില്ലാത്ത വിധം കൊണ്ടുപോകുന്ന ഒരു സമീപനമാണ് ഗവൺമെൻറ്റിനുള്ളത്. ആ നിലപാട് വെച്ചുകൊണ്ട് തന്നെയായിരിക്കും ഈ കാര്യത്തിൽ ആവശ്യമായിട്ടുള്ള ആലോചന നടത്തുക. ക്യാബിനറ്റ് ആലോചിച്ച കാര്യത്തിൽ ആവശ്യമായ നടപടി സ്വീകരിക്കും. തൽക്കാലം ആവശ്യമായതെല്ലാം ചെയ്യാൻ കളക്ടർ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഷഫീദ് റൌത്തർ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ഷഫീദ്, റവന്യൂ മന്ത്രി എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? കൂടാതെ മറ്റു വിവരങ്ങൾ എന്തൊക്കെ? വേണു, ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഔദ്യോഗികമായ സ്ഥിരീകരണമാണ്. ആ സ്ഥിരീകരണത്തിന് മാത്രം ശേഷം മാത്രം സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം എന്നുള്ളതാണ് മന്ത്രി കെ രാജൻ പറഞ്ഞത്. അതേസമയം ജോയിയുടെ കുടുംബത്തിന്റെ നഷ്ടപരിഹാരം അടക്കമുള്ള കാര്യങ്ങളിൽ സർക്കാർ ഉചിതമായ തീരുമാനമെടുക്കുമെന്നും മന്ത്രി പറയുന്നുണ്ട്. ഏതായാലും വലിയ തരത്തിലുള്ള എഫോർട്ട് ഇത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ജോയിയുടെ ബന്ധുക്കൾ ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവർ വന്ന് കണ്ട് തിരിച്ചറിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാവുകയുള്ളൂ. നഗരസഭാ അധികൃതർ, ജില്ലാ കളക്ടർ, സബ് കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മോർച്ചറി മുറിക്കുള്ളിലുണ്ട്. ഔദ്യോഗികമായി ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു സ്ഥിരീകരണം നടത്തണം. അതിനു വേണ്ടിയിട്ടാണ് ജോയിയുടെ ബന്ധുക്കൾ ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ജോയിയുടെ ബന്ധുക്കൾ ആശുപത്രിയിലേക്ക് എത്തിയത്. അവർ കണ്ട് തിരിച്ചറിഞ്ഞതിന് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് സംസ്കാര നടപടികൾക്കായി, സംസ്കാര ചടങ്ങുകൾക്കായി വിട്ടുകൊടുക്കും എന്നുള്ളതാണ് നഗരസഭയും സർക്കാരും ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. ശനിയാഴ്ച രാവിലെ 10 മണിയോടുകൂടിയായിരുന്നു ശുചീകരണ തൊഴിലാളിയായി ജോയി ആമയിഴഞ്ചാൻ തോടിന്റെ, അതായത് റെയിൽവേ ഭാഗത്തു നിന്നുള്ള ആ ഭാഗത്ത് ടണലിലേക്ക് അല്ലെങ്കിൽ ആ മാലിന്യ കൂമ്പാരത്തിലേക്ക് വീണുപോകുന്നത്. ശേഷം 48 മണിക്കൂറിലധികം സമയം നടത്തിയ തിരച്ചിൽ ആദ്യഘട്ടത്തിൽ ഫയർഫോഴ്സും സ്ക്യൂബ സംഘവുമാണെങ്കിൽ അവസാനം എത്തിയപ്പോൾ നേവിയുടെ അടക്കം സഹായം തേടുന്നതിലേക്ക് സർക്കാർ കാര്യങ്ങൾ നീക്കിയിരുന്നു. അങ്ങനെ അവിടേക്കെത്തി. ഈ രക്ഷാപ്രവർത്തനത്തിനടക്കം ഏറ്റവും കൂടുതൽ തടസ്സമായത് അത് അടിഞ്ഞുകൂടിയ മാലിന്യമായിരുന്നു. നമ്മൾ കണ്ടതാണ് ഈ ടണലിന്റെ അകത്തുകൂടെയും എൻട്രൻസിലൂടെയും എക്സിറ്റിലൂടെയും സ്ക്യൂബ ടീം ഡൈവ് ചെയ്തു പോകുന്നത്. അവർക്ക് ഏതെങ്കിലും തരത്തിൽ ജോയി അവിടെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ 117 മീറ്റർ, ടണലിന്റെ നീളമായ 117 മീറ്റർ ഫയർഫോഴ്സ് സ്ക്യൂബ സംഘം അവർ അത് പരിശോധന നടത്തി എന്നുള്ളത് ഫയർഫോഴ്സിനെ സംബന്ധിച്ച് കേരളത്തിന്റെ ഫയർഫോഴ്സിന്റെ ചരിത്രത്തിൽ അവർ നടത്തിയ ഏറ്റവും ശ്രമകരമായിട്ടുള്ളത് അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്ന ഒരു ശ്രമമായി മാറും. അതിന്റെ നെറ്റ് റിസൾട്ടിൽ നമുക്കൊരു ദുഃഖം, നമുക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മൾ കൂടി കാരണമാക്കി ഉണ്ടാക്കിയ മാലിന്യ പ്രശ്നത്തിൽ ഒരു ജീവൻ പൊലിഞ്ഞു എന്നുള്ളത് വലിയ ദുഃഖമുണ്ടാക്കുന്നുണ്ടെങ്കിലും ഫയർഫോഴ്സ് ഇക്കാര്യത്തിൽ നടത്തിയ എഫേർട്ട് അത് നമുക്ക് ഈ ഘട്ടത്തിൽ മറക്കാനാവില്ല, അവരെ ചേർത്ത് നിർത്താനാവില്ല. ആ രീതിയിലുള്ള എഫേർട്ട് നമ്മൾ കഴിഞ്ഞ 2 ദിവസം രാത്രിയും പകലും നമ്മൾ കണ്ടതാണ്. ഏതായാലും ജോയിയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു. അദ്ദേഹം വീണുപോയ സ്ഥലത്ത് നിന്ന് 800 മീറ്റർ അപ്പുറത്തേക്ക് തകരപ്പറമ്പ് എന്ന് പറയപ്പെടുന്ന സ്ഥലത്തിന്റെ ആമയിഴഞ്ചത്തോട് ഒഴുകിപ്പോകുന്ന ഒരു സ്ഥലത്ത് തന്നെയാണ് അദ്ദേഹത്തെ രാവിലെ നഗരസഭയിലെ തന്നെ ശുചീകരണ തൊഴിലാളി കണ്ടെത്തുന്നത്. ഉടൻ തന്നെ പോലീസിനെയും നഗരസഭാ അധികൃതരെയും വിവരം അറിയിക്കുകയായിരുന്നു. പെട്ടെന്ന് തന്നെ മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതൊരു ഔദ്യോഗിക സ്ഥിരീകരണത്തിന് വേണ്ടി നമ്മൾ കാത്തു നിൽക്കുന്നു. അതിനുശേഷം മറ്റ് നടപടികൾ ഉണ്ടാകും എന്നുള്ളത് വീട്ടിൽ നിന്നും ഇപ്പോൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇന്നലെ അദ്ദേഹത്തിന്റെ സഹോദരിയുടെ ഭർത്താവ് ഉൾപ്പെടെയുള്ള ആളുകൾ തെരച്ചിൽ നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിരുന്നു. ഇപ്പോൾ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മോർച്ചറിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇൻക്വസ്റ്റ് റൂമിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അല്പസമയത്തിലുള്ള ബന്ധുക്കളുടെ ഒരു കൺഫർമേഷൻ അതുമായി ബന്ധപ്പെട്ട് കിട്ടും. ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ഇന്ന് തന്നെ ജോയിയുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും എന്നുള്ളതാണ് നഗരസഭാ അധികൃതരും സർക്കാരും വ്യക്തമാക്കുന്ന കാര്യം. ജില്ലാ ഭരണകൂടവും വ്യക്തമാക്കുന്ന കാര്യം. ജില്ലാ കളക്ടർ ജെറോമിക് ജോർജും സബ് കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നമുക്കറിയേണ്ടത്, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, പരസ്പരം പഴിചാരുന്ന റെയിൽവേയും നഗരസഭയും. സ്വാഭാവികമായും ഇതിന് ഉത്തരവാദിത്തം പറയാനുള്ള ബാധ്യത അത് റെയിൽവേക്കും അതേപോലെ തന്നെ നഗരസഭയ്ക്കുമുണ്ട്. റെയിൽവേ ആയിരുന്നു റെയിൽവേ ഭൂമിയിലെ മാലിന്യം നീക്കം ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ട ചില പകർപ്പടക്കം, കത്തിന്റെ പകർപ്പ് നഗരസഭ നിരന്തരം റെയിൽവേ ഇത് അറിയിച്ച കത്തിന്റെ പകർപ്പടക്കമുള്ള കാര്യങ്ങൾ നഗരസഭ ഇന്നലെ പുറത്തുവിട്ടു. പക്ഷേ ഈ ഘട്ടത്തിൽ നമ്മൾ അതല്ല കാണുന്നത്. ഈ ഘട്ടത്തിൽ ഈ മൃതദേഹം ജോയിയുടേതാണെന്നുള്ള ഔദ്യോഗിക സ്ഥിരീകരണം പുറത്തുവരണം. അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട നടപടികൾ പൂർത്തിയാക്കി സംസ്കാര നടപടികളിലേക്ക് ബന്ധുക്കൾ കടക്കും എന്നുള്ളൊരു വിവരം കൂടി ലഭിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും നമ്മൾ സൂചിപ്പിച്ചൊരു കാര്യം, അതിന് ഉത്തരവാദി ആര്, അതൊരു റെസ്പോൺസിബിലിറ്റി ആര് ഏറ്റെടുക്കും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കാരണം വേണു, തിരുവനന്തപുരം നഗരത്തിൽ ഇത് മാത്രമല്ല, ഏതാണ്ട് 12 കിലോമീറ്ററോളം കിടക്കുന്ന ആമയിഴഞ്ചാൻ തോട്, നഗരത്തിൽ കിടക്കുന്ന ആമയിഴഞ്ചാൻ തോടിന്റെ കൈവരികൾ അവിടെ നിക്ഷേപിക്കുന്ന മാലിന്യം, മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനത്തിന്റെ അടക്കം ഭാഗമായി നടത്തേണ്ട ശുചീകരണ പ്രവർത്തനങ്ങൾ എത്രത്തോളം പൂർത്തിയാക്കി, എത്രത്തോളം യാഥാർത്ഥ്യമായതടക്കം ചോദ്യമായി ഉയരുന്നുണ്ട്. ഇനി ഒരിക്കലും ഒരു ജീവനും
ഈ മാലിന്യ കൂമ്പാരത്തിൽ വീണ് നഷ്ടമാകരുത് എന്നുള്ളത് ഭരണകൂടത്തിന്റെ കൂടെ ഉത്തരവാദിത്തമായി മാറുന്നു, നമ്മുടെ കൂടെ ഉത്തരവാദിത്തമായി മാറുന്നു. അങ്ങനെ ജോയി ഇതുമായി ബന്ധപ്പെട്ട് നമ്മളെ ജോയിയുടെ ജീവൻ കൊണ്ട് ഒരു വലിയ പാഠവും പഠിപ്പിക്കുന്നുണ്ട്. മലയാളികളെ സംബന്ധിച്ച് കഴിഞ്ഞ 2 ദിവസം പുറത്തു വന്ന കാഴ്ചകൾ, നമ്മൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്ന കാഴ്ചകൾ നമ്മൾക്കൊന്നാകെ അത് അത്ര സുഖകരമായ ഒരു കാഴ്ചയല്ല. കാരണം ഒരു രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി ഒരു പ്രധാനപ്പെട്ട സംസ്ഥാനത്തിന്റെ തലസ്ഥാന നഗരത്തിലെ ഒരു പ്രധാന തോട്ടിലേക്ക് ഇറങ്ങുന്ന സ്ക്യൂബ സംഘത്തിനും ഫയർഫോഴ്സിനും മാലിന്യം നീക്കേണ്ടി വന്ന അവസ്ഥ അത് നമ്മൾ കണ്ടതാണ്. NDRFനെ പോലെ, ദുരന്ത നിവാരണ സേനയെ പോലെ ഒരു വലിയ സേനയ്ക്ക് മാലിന്യം നീക്കേണ്ട അവസ്ഥയടക്കം നമ്മൾ കണ്ടു. പ്രോപ്പറായി കൃത്യമായി നീക്കം ചെയ്തിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനൊരു ജീവൻ നമുക്ക് നഷ്ടമാകില്ലായിരുന്നു. മാരായമുട്ടം സ്വദേശിയായ ജോയി നമ്മളോടൊപ്പം ഇപ്പോഴും ഉണ്ടാകുമായിരുന്നു. ശനിയാഴ്ച രാവിലെയാണ് അദ്ദേഹം മാരായമുട്ടത്തെ വീട്ടിൽ നിന്ന് തിരുവനന്തപുരം നഗരത്തിലേക്ക് എത്തുന്നത്. റെയിൽവേ നൽകിയ കരാറുകാരൻ വിളിച്ച താൽക്കാലിക ജീവനക്കാരനാണ് ജോയി. ജോയി ഈ ശുചീകരണ പ്രവൃത്തി നടത്തുന്നതിനിടയിൽ അദ്ദേഹം ഈ മാലിന്യ കൂമ്പാരത്തിലേക്ക് ആമയിഴഞ്ചാൻ തോടിന്റെ ടണലിന്റെ മുൻഭാഗത്തേക്ക്, ഇപ്പോൾ ബന്ധുക്കൾ പുറത്തേക്ക് വരുന്ന കാഴ്ചയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. വൈകാരികമാണ്. അവരെ സംബന്ധിച്ച് സ്വാഭാവികമായും അവർക്കൊപ്പം ഉണ്ടായിരുന്ന ഒരാൾ അദ്ദേഹം നഷ്ടമായിരിക്കുന്ന ഔദ്യോഗിക സ്ഥിരീകരണം എത്രത്തോളം പൂർത്തിയായി നമുക്ക് അവരോട് ചോദിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് ഈ ഘട്ടത്തിൽ ഏതായാലും അവരുടെ ഒരു വൈകാരിക നിമിഷമാണ്, അത് നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. അല്പസമയത്തിനുള്ളിൽ ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം അതുമായി ബന്ധപ്പെട്ട സർക്കാരിന്റെയും നഗരസഭയുടെയും ഭാഗത്ത് നിന്നുണ്ടാകും എന്നുള്ളതാണ്. ഇപ്പോൾ ജോയിയുടെ ബന്ധുക്കൾ ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അവിടെ വന്നതിന് ശേഷം അദ്ദേഹം തിരികെ പോവുകയാണ്. ഇപ്പോൾ അദ്ദേഹം നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. അവിടെ കയറി കണ്ടു, മൃതദേഹം കയറി കണ്ടു. അതിനുശേഷം അവർ പുറത്തേക്ക് പോവുകയാണ്. സ്വാഭാവികമായും വലിയൊരു വൈകാരികമായിട്ടുള്ള ഒരു അവരെ സംബന്ധിച്ചൊരു വൈകാരികമായ ഒരു മൊമെന്റാണ്. കാരണം അവർക്കൊപ്പം ഉണ്ടായിരുന്ന അവരുടെ പ്രിയപ്പെട്ട മനുഷ്യൻ അദ്ദേഹം പോയിരിക്കുന്നു. കഴിഞ്ഞ 2 ദിവസം അവർ കാത്തിരിക്കുകയായിരുന്നു എന്താണ് ജോയിക്ക് സംഭവിച്ചത് എന്നുള്ള കാര്യം കണ്ടെത്താൻ അറിയാൻ. ഏതായാലും അവർ ഇപ്പോൾ വീട്ടിലേക്ക് മടങ്ങുന്നു, അല്ലെങ്കിൽ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ മേയർ ഉൾപ്പെടെയുള്ള ആളുകൾ പുറത്തേക്ക് വരും. അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട സ്ഥിരീകരിച്ച പ്രതികരണം ഉണ്ടാകും. ഏതായാലും ഒരു വലിയ കാത്തിരിപ്പ് അതുമായി ബന്ധപ്പെട്ടുണ്ട്. കാരണം നമ്മൾ കഴിഞ്ഞ 2 ദിവസം കേരളത്തിലെ മാധ്യമങ്ങളൊന്നാകെ, അല്ലെങ്കിൽ മലയാളികളൊന്നാകെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കിയിരിക്കുകയായിരുന്നു. ജോയിക്ക് അതല്ലെങ്കിൽ മാലിന്യം വൃത്തിയാക്കാനുള്ള ഏറ്റവും ശ്രമകരമായ ഒരു ദൗത്യത്തിൽ ഏർപ്പെടുന്നതിനിടെ ജീവൻ നഷ്ടമായി പോയ ജോയിക്ക് എന്ത് പറ്റി, അല്ലെങ്കിൽ ജോയിയുടെ അവസ്ഥ എന്താണെന്നുള്ള കാര്യം, കാരണം ആ ടണലിൽ ജോയി ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ അങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. വേണു, ഇക്കാര്യത്തിൽ നമ്മൾ എടുത്തു പറയേണ്ട കാര്യം, വീണ്ടും നമ്മൾ ഈ ഘട്ടത്തിൽ ഓർമ്മിക്കുന്നത് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെയും സ്ക്യൂബ സംഘത്തെയും തന്നെയാണ്. സമാനതകളില്ലാത്ത പ്രവർത്തനം അവരുടെ ഭാഗത്തു നിന്നുണ്ടായി. സമാനതകളില്ലാത്തതെന്ന് പറഞ്ഞാൽ മുൻപ് പലതരത്തിലുള്ള ദുസ്സഹമായ രക്ഷാപ്രവർത്തനം നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ അവിടെ ഈ മാലിന്യ കൂമ്പാരം, ടൺ കണക്കിന് മാലിന്യങ്ങൾക്കിടയിൽ കൂടി അഴുകിക്കിടന്ന സാനിറ്ററി നാപ്കിനും ഹൗസ് ഹോൾഡ് വേസ്റ്റുകളും കിച്ചൺ വേസ്റ്റുകളും അതേപോലെ തന്നെ ആശുപത്രി വേസ്റ്റുകളും ടോയ്ലറ്റ് വേസ്റ്റുകൾക്കിടയിൽ സലീമാലിക്ക് നമ്മൾ ഇന്നലെ വൈകുന്നേരത്തെ ലൈവിൽ നമ്മൾ കാണിച്ചതാണ്. ഈ ടണലിന്റെ എക്സിറ്റിൽ പരിശോധന നടത്തുമ്പോൾ സ്ക്യൂബ സംഘം ഇറങ്ങിയ സ്ഥലം, അവിടേക്ക് അപ്പോഴും പൊട്ടിയൊലിക്കുന്നു ഈ റെയിൽവേ കെട്ടിടത്തിൽ നിന്നുള്ള ഈ വേസ്റ്റുകൾ. ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. ഏതായാലും ഇപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് മെഡിക്കൽ കോളേജിൽ നൽകാൻ കഴിയുന്ന അപ്ഡേഷൻ അതിതാണ്. ജോയിയുടെ ബന്ധുക്കൾ, മാരായമുട്ടം സ്വദേശി ജോയിയുടെ ബന്ധുക്കൾ ഇവിടേക്ക് വന്നു. അവർ ഈ മൃതദേഹം കണ്ടിട്ടുണ്ട്. അവർ പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല. അവരെ സംബന്ധിച്ചൊരു വൈകാരികമായ മൊമെന്റാണ്. കാരണം അവർക്കൊപ്പമുണ്ടായിരുന്ന, കഴിഞ്ഞ ദിവസം വരെ അവർക്കൊപ്പമുണ്ടായിരുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം ജീവിക്കാൻ ഗതി തേടിയാണ് തിരുവനന്തപുരം നഗരത്തിലേക്ക് എത്തിയത്. അതായത് നമ്മൾ അതായത് ജോയിയുടെ അദ്ദേഹത്തിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞിരുന്നു ബന്ധുക്കളോട്. അപ്പോൾ അവർ പറഞ്ഞ കാര്യം, എന്ത് ജോലിയും ചെയ്യാൻ മടിയില്ലാത്ത ഒരാളായിരുന്നു. പക്ഷെ ഒരു 1500 രൂപ കിട്ടും. സാധാരണഗതിയിൽ അദ്ദേഹം പോകുന്നത് ഈ മേസ്തിരി പണിക്കൊക്കെയാണ്. അപ്പോൾ ഒരു 1500 രൂപ കിട്ടുമല്ലോ എന്ന് ഓർത്തുകൊണ്ടാണ് ഈ ശുചീകരണ പ്രവൃത്തിക്ക് അദ്ദേഹം എത്തിയത്, അദ്ദേഹം വന്നത്. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ജീവൻ അപകടത്തിൽപ്പെടുന്നത്. വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന മെഡിക്കൽ കോളേജിൽ ജോയിയുടെ മൃതദേഹം തിരിച്ചറിയാനുള്ള നടപടികൾ പുരോഗമിക്കുന്നു. ജോയിയുടെ ബന്ധുക്കളെത്തി മൃതദേഹം മോർച്ചറിയിൽ ചെന്ന് കണ്ടു എന്നാണ് ഇപ്പോൾ ഷഫീദ റാവുത്തർ റിപ്പോർട്ട് ചെയ്യുന്നത്. സാങ്കേതികമായ നടപടിക്രമങ്ങൾ പൂർത്തിയായി കഴിഞ്ഞാൽ ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാകും. ഈ ഔദ്യോഗികമായ അറിയിപ്പ് കാത്തിരിക്കുകയാണ് നഗരസഭാ അധികൃതരും അതുപോലെ തന്നെ സ്കൂബ ടീം അംഗങ്ങൾ അടക്കമുള്ളവരും. സലിം മലിക്ക് ചേരുന്നുണ്ട് ഈ മൃതദേഹം കണ്ടെത്തിയ ഭാഗത്ത് നിന്ന് വീണ്ടും. സലിം, ഈ ശുചീകരണ തൊഴിലാളികൾ എന്താണ് പറഞ്ഞത്? വേണു, ഈ ശുചീകരണ തൊഴിലാളികൾ, അതായത് നഗരസഭയുടെ നേതൃത്വത്തിലുള്ള ശുചീകരണ തൊഴിലാളികളാണ് ജോയിയുടെ മൃതദേഹം ഈ വശത്ത് നിന്ന് ആദ്യം കാണുന്നത്. നഗരസഭയാണ് ഇവരെ ഇപ്പോൾ നമ്മൾ ഈ സ്ഥലം, അത് ഉപ്പിലാമൂട് പാലം എന്ന ഭാഗമാണ്. ഇവിടെ നിന്നും ഈ നമ്മൾ നേരത്തെ കണ്ട ജോയി അപകടത്തിൽപ്പെട്ട ആ റെയിൽവേയുടെ ആ ഭാഗത്ത് നിന്ന് ഏകദേശം 1 കിലോമീറ്ററിനടുത്ത് ഇവിടേക്ക് ഒഴുകി വരുന്ന ഈ തോട് ഇതിങ്ങനെ പോയി ഇത് ചെന്ന് ചേരുന്നത് വഞ്ചിയൂരിലേക്കാണ്. വഞ്ചിയൂരിൽ നിന്ന് പാർവതി പുത്തനാറിലേക്ക് പോവുകയാണ്.
ആ ഭാഗത്ത് വെച്ചാണ്. അങ്ങനെ ഇത് പോകാൻ സാധ്യതയുള്ള വശങ്ങളിലൊക്കെ പരിശോധന നടത്താൻ നഗരസഭ ഇവരെ നിയോഗിച്ചിരുന്നു. അതിന്റെ ഭാഗമായാണ് നഗരസഭയിലെ ശുചീകരണ തൊഴിലാളികൾ ഈ ഭാഗത്തേക്ക് വരികയും അപ്പോൾ ഏറെക്കുറെ ഇവിടെയായി, അതായത് ആ വെള്ളം നിലച്ച് അവിടെ നിന്ന് രാവിലെ നമ്മൾ എത്തുമ്പോൾ അത്യാവശ്യം നല്ല ഒഴുക്കുണ്ടായിരുന്നു. ഇപ്പോൾ ആ ഒഴുക്ക് കുറഞ്ഞിട്ടുണ്ട്. ആ ഒഴുക്കിന്റെ ഭാഗത്ത് നിന്ന് ഏകദേശം ഈ മാലിന്യം കെട്ടി നിൽക്കുന്ന ഭാഗത്തേക്കായിരുന്നു ജോയി അടിഞ്ഞ നിലയിൽ കണ്ടത്. അതിനുശേഷം അവർ ഉടൻ തന്നെ ഇവിടെയുള്ള നഗരസഭാ കൗൺസിലറെ വിവരം അറിയിച്ചു. നഗരസഭാ കൗൺസിലറെ വിവരം അറിയിച്ചതിന് ശേഷം പിന്നീട് കൗൺസിലർമാർ ഈ രക്ഷാപ്രവർത്തനമായി നടത്തിയിരുന്ന ടീമിനെ വിവരം അറിയിക്കുകയായിരുന്നു. അത് കഴിഞ്ഞതോടുകൂടിയാണ് ആ ടീം ഇവിടെ എത്തി. ഉടൻ തന്നെ ഏകദേശം 9:30 തന്നെ ആ ടീം ഇവിടെ നിന്നും ജോയിയുടെ മൃതദേഹം പുറത്തെത്തിച്ചു. ആംബുലൻസിൽ പുറത്തെത്തുകയും അതിനുശേഷം ആശുപത്രിയിലേക്ക് മാറ്റുകയുമായിരുന്നു ചെയ്തത്. ഇത് ഈ സ്ഥലത്ത്, ഈ പ്രത്യേക സ്ഥലത്ത് മാത്രം മാലിന്യം കൂടി നിൽക്കുന്നതിന് നഗരസഭ നൽകുന്ന ഒരു വിശദീകരണം അത് ഈ മാലിന്യം നീക്കം ചെയ്യാൻ വേണ്ടി ആ നിലയിൽ ക്രമീകരിച്ചിരിക്കുന്നതാണ് എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ അതെന്ത് വിശദീകരണമാണ്, അതെന്തൊരു വിചിത്രമായ വാദമാണെന്നൊന്നും അറിയില്ല. കാരണം അത്രയും ദിവസം ചേട്ടാ ഇങ്ങനെ ഇത് എത്ര കാലം, ചേട്ടാ ഒരു നാട്ടുകാരനല്ലേ, ഇങ്ങനെ എത്ര കാലം ഇവിടെ തുടരാൻ തുടങ്ങിയത്? ഒരുപാട് നാളായി. അപ്പൊ ഈ നഗരസഭ പറയുന്നത് ഇതിങ്ങനെ എന്തോ ബണ്ട് കെട്ടി ഇങ്ങനെ നിർത്തി ഈ മാലിന്യം ഇവിടെ നിന്ന് മാറ്റി അതിനുശേഷം ഇത് കളക്ട് ചെയ്ത് കൊണ്ടുപോകാനാണ്. അപ്പൊ നിങ്ങൾ ഇവിടെ താമസിക്കുന്ന ആൾക്കാരുടെ ജീവൻ അസുഖമൊന്നും ഒരു വിലയില്ലെന്നാണ്? അവർക്ക് വിലയില്ല, പക്ഷെ നമുക്ക് നമ്മളെ ജീവന് നമ്മൾ വില വെച്ചല്ലേ പറ്റുള്ളൂ. നഗരസഭയ്ക്ക് വിലയില്ല. ഇത് അവരിതൊന്നും ഈ പറയുന്നതല്ലാതെ പ്രവൃത്തിപരമായി ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല. ഇത് വർഷങ്ങളായിട്ട് ഈ പ്രവണത. ഞാൻ ചോദിക്കുന്നത് ആ വിശദീകരണത്തിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ? കാരണം ഈ രണ്ട് സ്ഥലത്തും കെട്ടി നിർത്തി അങ്ങനെ ഒരു വസ്തുതയില്ല. അങ്ങനെ ഒരു സംവിധാനമേ ഇവിടെ ഉണ്ടായിട്ടില്ല. ഇതൊക്കെ പറഞ്ഞ് തടി തപ്പാനല്ലാതെ ഇത് പ്രായോഗികമായ ഒരു സംസാരവുമല്ല, അങ്ങനെ ഒരു സംവിധാനം നടന്നിട്ടുമില്ല. അല്ല, പക്ഷെ അപ്പോൾ തന്നെ ഇത് ഇവിടുത്തെ നമ്മൾ ഈ നഗരസഭയ്ക്കും റെയിൽവേക്കും ഒക്കെ വീഴ്ച പറ്റുന്നത്. അതിനപ്പുറത്തേക്ക് നാട്ടുകാർ ഉൾപ്പെടെയുള്ള ഓരോ മനുഷ്യർക്കും തിരുവനന്തപുരത്തെ ആൾക്കാരാണ് ഈ തോടിനകത്ത് വെള്ളം പോയി ഒഴിയണതും ഈ മാലിന്യം നീക്കം ചെയ്യണത് സംബന്ധിച്ച് ഞങ്ങൾ 1.5 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഉപരോധം നടത്തിയിട്ടുണ്ടായിരുന്നു. അത് അന്ന് ചാനലുകാർ വന്ന് എടുത്തുകൊണ്ടൊക്കെ പോയി. അന്ന് എന്താ ഈ നഗരസഭാ ഉപരോധത്തിന് ശേഷം മറുപടി പറഞ്ഞത്? ഒരു മറുപടിയും പറഞ്ഞില്ല. ഞങ്ങൾ മെമ്മോറാണ്ടം വരെ മേയർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആര് ചെവിയാക്കാൻ, ആര് പറയാൻ, ആരിതിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കും? ചേട്ടൻ ഈ നാട്ടുകാരനാണോ? അല്ല, ഞാൻ അപ്പുറം ആ ഭാഗത്തും ഇത് കടന്നു പോകുന്നുള്ള തിരുവനന്തപുരത്തിന്റെ ഏറെക്കുറെ എല്ലാ ഭാഗത്തൂടെ കടന്നു പോകുന്നുണ്ട്. അവിടുത്തെ ഇതിന്റെ തൊട്ടപ്പുറത്ത് 2 ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ട്. എന്ന് സെക്രട്ടേറിയറ്റ് സർക്കിളിലുള്ള ഓഫീസർമാർ അവരെല്ലാം ബൈക്കിൽ കൂടെ ഇതിലെ കൂടെ ഓടിച്ചോണ്ട് പോവുകയാണ്. അവർ ഇത് കാണുന്നില്ലേ? ചേട്ടൻ മറ്റൊരു ഭാഗത്താണല്ലോ താമസിക്കുന്നത്. അപ്പം ഈ ഭാഗത്തല്ലാതെ അവിടെയും ഇതേപോലെ മാലിന്യം ഉണ്ട്? കാരണം മൊത്തത്തിലുണ്ട്. നഗരസഭ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു വിശദീകരണം. ശരി, സലിം മാലിക്കാണ് ഇപ്പോൾ ഈ മൃതദേഹം കണ്ടെത്തിയ ഭാഗത്തെ നാട്ടുകാരുടെ പ്രതികരണം തേടിക്കൊണ്ടിരിക്കുന്നത്. ഹരികൃഷ്ണനും ചേരുകയാണ്. ഹരികൃഷ്ണൻ ഇപ്പോൾ ജോയിയുടെ വീട്ടിലാണുള്ളത്. ഹരികൃഷ്ണൻ, വീട്ടിൽ നിന്ന് ആരൊക്കെയാണ് മൃതദേഹം തിരിച്ചറിയാനായി പോയത്? ഇപ്പോൾ ആ വീട്ടിന്റെ സാഹചര്യം എന്താണ്? വേണു, ജോയി മാരായമുട്ടം സ്വദേശിയാണ്. ഈ മാരായമുട്ടത്തുനിന്ന് ജോയിയുടെ സുഹൃത്തുക്കളും ബന്ധുക്കളുമാണ് ഈ മൃതദേഹം പോയിരിക്കുന്നത്. അവിടെ മൃതദേഹം തിരിച്ചറിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും മറ്റു നടപടികൾ. അതിനുശേഷമായിരിക്കും ഇത് ജോയിയുടെ മൃതദേഹമാണെന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിക്കാനാവും. അതിനുശേഷമായിരിക്കും മറ്റു നടപടികൾ, പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. അതിനുശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. അതിനുശേഷമായിരിക്കും ഈ വീട്ടിലേക്ക്, ഈ ജോയിയുടെ വീട്ടിലേക്ക് ഈ മൃതദേഹം എത്തിക്കുക. അതിനുശേഷം സംസ്കാര നടപടികളിലേക്ക് കടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ശനിയാഴ്ച രാവിലെയാണ് അത്തരത്തിലൊരു അപകടമുണ്ടായത്. ഈ ജോയിയുടെ വീട്ടിൽ നിന്നും രാവിലെ അതിപുലർച്ചെ തന്നെ ഈ തിരുവനന്തപുരം സിറ്റിയിലേക്ക്, നഗരത്തിലെ തോട് വൃത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട് എത്തിയതാണ് ജോയി. അതിനുശേഷമാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത്. ഈ കുടുംബത്തിന്റെ പ്രതികരണം നമ്മൾ തേടിയിരുന്നു. അപ്പോഴും ജോയി തിരിച്ചു വരുമെന്ന ശുഭപ്രതീക്ഷയായിരുന്നു ഈ അമ്മയും സഹോദരികളും. ശരി, ഹരികൃഷ്ണനാണ് ജോയിയുടെ വീട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.